in the 2 Corinthians chapter. Hallelujah. 2 Corinthians chapter 12 അതിന്റെ 9 പറയുന്നു, പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു വാക്യം നമുക്ക് വായിക്കാം. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു. Amen. 2 Corinthians chapter 12 verses 9. And he said to me, my grace is sufficient for you, for power is perfected in weakness. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ ബാക്കിയൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷമാണ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. Hallelujah. Most gladly, therefore, I will rather boast about my weakness, so that the power of Christ may dwell in me. കർത്താവ് പറഞ്ഞ ദൂതിനോടുള്ള പൗലോസിന്റെ പ്രതികരണമാണ് ഹല്ലേലൂയ അവസാനം കേട്ടത്. This was the attitude of Jesus to the promised or the prophecy which Jesus made towards Paul. ഹല്ലേലൂയ. Yeah. കർത്താവ് പറഞ്ഞ മെസ്സേജാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. This was the message of Jesus Christ, and we see the reaction of Paul towards that message. ഹല്ലേലൂയ. നമുക്കറിയാം, വെളിപ്പാടിന്റെ ആധിക്യത്തെ അതിന്റെ മേളിൽ വായിക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ, നിഗളിച്ചു പോകാതിരിക്കാനായിട്ട് പൗലോസിന് ഒരു ശൂലം കൊടുത്തിരിക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വായിക്കാൻ കഴിയും. I mean, we see that, hallelujah, there was a thorn in the flesh of Paul, so that he won't boast beyond his limits, hallelujah, regarding the revelation Jesus gave in the life of Paul. 2 Corinthians chapter 12 7 അത് വായിച്ചത്. അത് ആ തോൺ ഓഫ് ഫ്ലഷ് എന്നുള്ളത് എന്തുവാണെന്ന് ആർക്കും ഇപ്പോഴും അതിനെപ്പറ്റി വ്യക്തമായ ഒരു അഭിപ്രായം വേദപണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. I mean, regarding the thorn of flesh, there is no insight into what was the thorn in the life of Paul. ഞാൻ ഗലേഷ്യൻ ചാപ്റ്റർ 4 13 and 15 വായിച്ചപ്പോൾ പൗലോസിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ട് കാണുവാനിടയായി. When I read Galatians chapter 4 verses 13 and 14, I understood that Paul had a problem. അതൊന്ന് വായിച്ചാട്ടെ. It says in Galatians chapter 4 verses 13 and 14, but you know that it was because of a bodily illness that I preached the gospel to you the first time, and that which was a trial to you in my bodily condition, you did not despise or loathe, but you received me as an angel of God, as Christ Jesus himself. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക എത്ര ചെയ്തത്. എൻ്റെ ശരീര സംബന്ധമായ നിങ്ങൾക്കുണ്ടായ പരീക്ഷണം നിമിത്തം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? Have you thought what it means by the bodily illness that is stated by Paul in this Galatians? English പറഞ്ഞാൽ എന്തുവാ? Through infirmity of the flesh. Because of a bodily illness. പൗലോസിനെ പറ്റി കേട്ടിട്ടുള്ളത് വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു. വളരെ വല്ലാത്ത, മറ്റുള്ളവർക്ക് നോക്കിയാൽ അത്ര പുറമേയുള്ള വലിയ സൗന്ദര്യമോ അല്ലെങ്കിൽ ശാരീരഘടനയോ ഉള്ള ഒരാളല്ലായിരുന്നു എന്ന് അങ്ങനെ അത് പറയുന്നു. I mean, regarding Paul is stated to be a man of small stature. He is not a person of that good looks, but hallelujah. കണ്ണിന് പ്രോബ്ലം ഉണ്ടെന്ന് ഹല്ലേലൂയ അവിടെ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. Some in the word we see that he had problems with his eyes. ഇവിടെ വായിക്കുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക എത്ര നിങ്ങൾ ചെയ്തു, എന്നിട്ടും നിങ്ങൾ എന്നെ എൻ്റെ പുറമേ ഒന്നും നോക്കാതെ നിങ്ങൾ ദൈവദൂതനെ പോലെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. എന്നിട്ട് അവിടെ പറയുന്ന നിങ്ങളുടെ ഭാഗ്യ പ്രശംസ ഇവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണു ചുഴന്ന് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. Amen. Hallelujah. We see here that, hallelujah, even though he had that bodily condition, the church did not despise or loathe him, but received him as an angel of God, as Christ Jesus. And further he says in 15, when then it in the sense of blessing you had, for I bear witness that if possible you would have plucked out your eyes and given them to me. So it's regarding the condition of the eyes, which he states that they were ready, the church was ready to give their eyes to Paul. എനിക്കറിയത്തില്ല
എനിക്ക് കണ്ണിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കണ്ണ് തരുമെന്നുള്ള അർത്ഥത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത് അത്ര കൺഫേം ഇല്ല. ഞാൻ പറയുമായിരുന്നു, ആ ബലഹീനത എന്തുവാണെന്നാൽ ചില പറഞ്ഞൊരു ശൂലം എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ശാരീര സംബന്ധമായിട്ട് കണ്ണിൻ്റെ സംബന്ധമായിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷയമാണോ എന്തെങ്കിലും ഉണ്ട്. ആ ബലഹീനതയിൽ എന്തുവാണ് ഇവിടെ പറയുന്നത്? നമ്മൾ വായിച്ചൊന്നുകൂടെ വായിച്ചോട്ടത്. എൻ്റെ ബലഹീനത കവിയുന്ന ദൈവിക ശക്തി. Amen, hallelujah. It might be anything, hallelujah, that happened, hallelujah, but it was a bodily issue, hallelujah. It was more painful, hallelujah. And Paul had to pray, hallelujah, 3 times. And when he prayed, the answer which he received from heaven was, or from Christ Jesus was, my grace is sufficient for you, for power is perfected in weakness. ആ 12-ാം അധ്യായത്തിൻ്റെ ആ വാക്യം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ സൂത്രം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ, റിസറക്റ്റഡ് പവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. അത് ആ വെളിപ്പെട്ടു വരുന്ന ആത്മശക്തിയാണ് പ്രധാന വിഷയം. Amen, hallelujah. Most gladly, therefore, I will rather boast about my weakness, so that the power of Christ may dwell in me. Hallelujah. So, in order for the power of Christ, or the power, hallelujah, to dwell, hallelujah, there was a weakness, hallelujah, which, hallelujah, God has already had pre-planned for Paul, hallelujah. And it was not removed, hallelujah. When he prayed, it was not removed, hallelujah. Instead, hallelujah, in all the weaknesses, hallelujah, where the power of Christ was manifested, hallelujah, when this was manifested, hallelujah, it became, hallelujah, a blessing to many others, hallelujah. That's why Paul says that he will boast in this conditions, hallelujah, rather than, hallelujah, being changed, hallelujah, from these weaknesses. തോമസ് പാസ്റ്ററെ, ഹല്ലേലൂയ, സൗഖ്യമില്ലാത്ത അവസ്ഥയാണ്, ശരിയാണ്, ബലഹീനതയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ എനിക്കറിയത്തില്ല ഈ വാക്ക് ഇങ്ങനെ വരാൻ കാര്യം. ഇത് ഏറ്റെടുക്കുക, ഈ വചനം ഏറ്റെടുക്കുക. 2 Corinthians chapter 12:9 എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. Amen, hallelujah. 2 Corinthians chapter 12 verses 9, my grace is sufficient for you, for power is perfected in weakness. അതിന്റെ കൂടെയുള്ള ദൂതിതാണ്, പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് തടസ്സമായി പല രോഗങ്ങളും പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. പക്ഷേ വെളിപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പെട്ടു വരുന്ന ആത്മശക്തിയാണ് പ്രാധാന്യം. Amen, hallelujah. അതിനായി കാത്തിരിക്കുക. Hallelujah. Stotram, hallelujah. Amen, hallelujah. Problems will arise, but hallelujah, the strength that comes in this problem is more important. Hallelujah. Amen, hallelujah. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മള്, ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുവിന്റെ ശക്തി അറിയണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം. I mean, in order to know the power of Christ Jesus, first thing we have to do is that we should know Christ first. അതുകൊണ്ടാണ് താഴെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. Amen. Therefore I am well content with weaknesses, with insults, with distress, with persecution, with difficulties for Christ's sake. For when I am weak, then I am strong. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമെങ്കിലേ ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. If you know Christ, then only we will know that there is a power in Christ which acts upon the lives of people who are in weakness. Weakness can be persecution, weakness can be insults, weakness can be distress, weakness can be, hallelujah, difficulties, hallelujah, which, hallelujah, is beyond your capability. In order to deal with that, there is a power in Christ. And before understanding the power of Christ, we should know Christ. ക്രിസ്തുവെന്ന ആളത്വത്തെക്കുറിച്ച് ജഡപ്രകാരം ഞാൻ അറിഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ അറിയുന്നില്ല എന്ന്
പൗലോസ് വചനം പറയുന്നുണ്ട്. Amen. Paul writes in the epistles that I knew Christ in the flesh. Amen. Hallelujah. Now I'm not knowing him in the flesh, but in the spirit I know more. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറിവേക്കപ്പെട്ടാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യനെ പോലെ ആ ക്രൂശിനോളം താഴ്ന്ന ആ ഒരു ക്രിസ്തുവിനെയാണ് പൗലോസ് ശൗലായിരുന്നപ്പോൾ കണ്ടത്. ഒരു വെറും മനുഷ്യനായി ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് കണ്ടത്. Amen. Hallelujah. Paul saw Jesus in the flesh, or might have heard about Jesus in the flesh. Hallelujah. While he was crucified. Hallelujah. While he suffered. Hallelujah. He know the Christ. Hallelujah. He heard about Christ. Hallelujah. 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 ആ പൗലോസ് പിന്നെ ആ കർത്താവിന്റെ കഷ്ടം സഹിപ്പാൻ റെഡിയാണെന്ന് പറയുവാനിടയായി. Amen. That Paul was ready to know, after knowing Christ in the flesh, but in the spirit he started to know he is ready to suffer for Christ, just like Jesus suffered on the cross. നമുക്കറിയാം ഈ സുവിശേഷം നിമിത്തം ശിഷ്യന്മാരിൽ 10 പേരെയും ദൈവം ഹല്ലേലൂയ സ്തോത്രം അനുവദിച്ചു കൊടുത്തു ആ പ്രോസിക്യൂഷനായിട്ട്. I mean, because of the gospel, hallelujah, 10 of the disciples were martyred in different places. യോഹന്നാനും അതുപോലെ ഇസ്കറിയാത്തോ യൂദായി ഒഴിച്ച് ബാക്കി 10 പേരെയും കർത്താവ് കൊല്ലുവാനിടയായി. I mean, Judas Iscariot, who committed suicide, while John was not killed, he had a natural death. But rest of the disciples, they all were martyred, hallelujah, for the gospel. Hallelujah. യോഹന്നാന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഇട്ടിട്ടും യോഹന്നാന് ഹല്ലേലൂയ സ്തോത്രം മരിക്കുവാനിടയായി. I mean, even though John was put into a boiling pot of oil, hallelujah, he didn't die in that. Hallelujah. കാരണം ഒരു വെളിപ്പാടെന്ന് പറഞ്ഞ അവസാന പുസ്തകം എഴുതുവാൻ യോഹന്നാനെ ആവശ്യമായിരുന്നു. I mean, hallelujah, John had a task. Hallelujah. He was ordained to write the book of Revelation. Hallelujah. That's why, hallelujah, he lived long and he wrote the book. പത്മോസിൽ ദൈവിക ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ആ പൗലോ ഹല്ലേലൂയ ആ യഥാർത്ഥമായ ക്രിസ്തുവിനെ കണ്ട ആ യോഹന്നാന് നിൽപ്പാൻ കഴിയാതെ ആ ആത്മാവിൽ വിവശനായി വീഴുവാനിടയായി. I mean, he caught, hallelujah, John was caught in, hallelujah, in the spiritual realm. Hallelujah. When he saw the revelations, hallelujah, he couldn't stand firm. Hallelujah. He fall down. Hallelujah. He became unconscious. Hallelujah. But in spiritually he was conscious, and when he saw the visions, hallelujah, he was filled with revelation, and he wrote down the book of Revelation. യോഹന്നാനെ അല്ലെങ്കിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചെന്നാണ് ഹല്ലേലൂയ അവിടെ വചനം കാണുന്നത്. തൊട്ട് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. യോഹന്നാനെ കർത്താവ് ഹല്ലേലൂയ ആ തേജസ് കണ്ടിട്ട് യോഹന്നാനെ നിൽപ്പാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആ യോഹന്നാനെ ഹല്ലേലൂയ കർത്താവ് തന്നെ പിടിച്ച് നേരെ നിർത്തി. Amen. Hallelujah. That John was strengthened by Jesus Christ himself, and he stood up. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോഴാണ് പലര് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനിടയായി. Amen. When people get filled with the Holy Spirit, hallelujah, then they will seeing revelations, they will be moving in the revelation, and they will see and feel the presence of the Holy Spirit more and more. And about Christ Jesus also. Revelation chapter 1, അതിന്റെ chapter 1, when he filled with എന്നുള്ള വാക്യം അത് വായിച്ചാട്ട്, when I was in the spirit of the Lord day. 10. Hallelujah. I was in the spirit on the Lord's day. 10, yeah. മലയാളത്തിലിരിക്കുന്ന ആത്മവിവശന എന്ന അത് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ. ഹല്ലേലൂയ. അതാണ് ആത്മനിറവ്. So in Revelation chapter 1 verses 10, I was in the spirit on the Lord's day, and I heard behind me a loud voice like the sound of a trumpet. Hallelujah. So here it states that John was filled with the Spirit on the Lord's day, and when he was filled, hallelujah, he started seeing revelation. He started seeing the visions. Hallelujah. He started seeing Jesus Christ. Amen. Hallelujah. ആദ്യത്തെ ദൈവ ആത്മാവിൽ നിറഞ്ഞപ്പോൾ എന്തുവാണ് പുസ്തകത്തിൽ എഴുതുവാൻ ഈ കാണുന്നത് കർത്താവ് കാണിച്ചു കൊടുത്തു എന്തൊക്കെ എഴുതണമെന്ന്. 7 സഭകൾക്കുള്ള ദൂത് എഴുതുവാൻ പറയുവാനിടയായി. Amen. Hallelujah. When he was filled in the Lord's day, hallelujah,
When he was filled in the Spirit on the Lord's day, hallelujah, what he started to write, hallelujah, about the 7 churches, which was the concern of Jesus Christ. He wrote what was the state of the church and what needs to be done in the church. That was the vision he started with, hallelujah. He saw Christ Jesus before, hallelujah. After that, he started writing about the churches, which was the concern of Jesus Christ. രണ്ടാമത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലാണ് ഹല്ലേലൂയ ആത്മവിവേശനായി അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് സ്പിരിറ്റ് എന്നുള്ളത് കാണുവാൻ കഴിയുന്നത്. Revelation 4:2 Revelation chapter. ഉടനെ ഞാൻ ആത്മവിവേശനായി സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. Amen. Immediately, for Revelation chapter 4 verses 2, immediately I was in the Spirit, and behold, a throne was standing in the heaven, and one sitting on the throne. ഞാൻ സത്യം പറഞ്ഞാൽ ക്രൂശിൻ്റെ വചനത്തെപ്പറ്റി പറയാനായിട്ട് വന്ന, പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് അച്ചമഞ്ഞ വാസിന് വേണ്ടി പാസ്റ്റർ തോമസിന് വേണ്ടിയുള്ള ആലോചനയാണെന്ന് തോന്നിയത്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ നിറയാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. Today I was planning to say about Jesus and the way of the cross. Amen, hallelujah. But today, hallelujah, സുവിശേഷത്തെ പറ്റി. amen, hallelujah. But today, hallelujah, this is about, amen, the revelation which is about Jesus Christ seated on his throne, hallelujah. And I would like to speak to Thomas pastor for that. ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഈ റെവലേഷൻ ചാപ്റ്റർ 4:2 ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. Amen, hallelujah. Just like it is written in Revelation chapter 4 verses 2, immediately I was in the Spirit, and when John was in the Spirit, hallelujah, he saw the visions that is written below. നീ ആത്മാവിൽ, നമ്മൾ ആത്മാവിൽ നിറയുമ്പോഴേ നമുക്ക് സ്വർഗത്തിൽ കർത്താവിരിക്കുന്നത് കാണുവാൻ കഴിയത്തുള്ളൂ. If you are in the Spirit, unless you are not filled in the Spirit, you won't see things that is happening in the heaven. കാരണം വചനം പറയുന്നു ഒരു ജഡത്തിനും ദൈവത്തെ കാണുവാൻ കഴിയില്ല. No flesh can see the Lord. Amen, hallelujah. ആത്മാവിലെ നമുക്ക് ദൈവത്തെ കാണുവാൻ But only in the Spirit we can see the Lord. നമുക്ക് കണ്ണ് തുറന്ന് ഒന്ന് കർത്താവിനെ കാണുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയുവാൻ, ആ അഭിഷേകം നമ്മളിൽ പകരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Baptism of Holy Spirit. Amen. Let us pray, hallelujah, so that we may be filled, hallelujah, just like John was filled, just like Paul was filled, hallelujah. Let us be filled in the Spirit so that we will see, hallelujah, what we ought to see in the spiritual realm. ആത്മക്കണ്ണാണ് തുറന്നത് ജോണിന്റെ. Amen. John's spiritual eyes was open. അന്നേരം ആത്മചെവിയും തുറക്കുവാനിടയായി. Amen. When the spiritual eyes opened, hallelujah, his spiritual ears was also open. ആത്മക്കണ്ണ് തുറന്നപ്പോൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോടും സദൃശ്യവനായ ഒരു പച്ചവില്ല്. ഹല്ലേലൂയ, സ്തോത്രം. അതൊന്ന് 3 എന്ന് വായിച്ചേ. Revelation chapter 4 verses 3. And he who was sitting was like a jasper stone and a sardius in appearance, and there was a rainbow around the throne like an emerald in appearance. ഈ സ്റ്റോണിന് ഈ കളർ ആയിട്ടുള്ള ജാസ്പർ, സാർഡിൻ, ഹല്ലേലൂയ, അതുപോലെ റെയിൻബോ എന്ന് പറയുമ്പോൾ 7 കളറുള്ള അല്ലേ, എന്നിട്ട് അതും എമറോൾഡ്, ഇതെല്ലാം അതിനെല്ലാം ആത്മീയ അർത്ഥമുള്ളതാണ്. Amen, hallelujah. The stones that are mentioned over here, hallelujah, has a spiritual meaning attached to it. Jasper means gentleness of God. Amen. Jasper means the gentleness of God. ഞാൻ സൗമ്യനായിരിക്കുന്ന പോലെ നിങ്ങളും സൗമ്യരായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനമാണ്. Amen, hallelujah. Just like Jesus said, I am gentle, you also become gentle or humble. അതാണ് ജാസ്പറിനെ കാണിക്കുന്നത്. That represents Jasper. സാർഡിൻസിനെ പറ്റി ഞാൻ എന്തുവാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇനി എമറോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗ്രീൻ സ്റ്റാൻഡ് ഫോർ എന്തുവാണ്? ഗ്രീൻ സ്പീക്ക് ഓഫ് ദി പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് അവർ ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. Amen, hallelujah. ഗ്രീൻ പ്രോസ്പെരിറ്റി ഇതിനെ കാണിക്കുന്നത് പീസ് ആണ്. പീസ് ബി വിത്ത് യു, ഗ്രീൻ. Amen. Emerald, the color which is green, hallelujah, represents the peace and prosperity of Jesus Christ. ഹല്ലേലൂയ. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ലെസ് പീസ് ആണുള്ളത്. Amen, hallelujah. The rich people, hallelujah, ലെസ് പീസ് ഇല്ലേ, കുറച്ച് സമാധാനമേ ഉള്ളൂ. Amen. In the world are not having much peace. കാരണം wealthy peoples have no peace. Why? നിങ്ങൾ തന്നെ പറ. Why wealthy people has no peace?
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും, അല്ലേ? Amen. Hallelujah. Stotram. We know, hallelujah, where the wealth is, there will our heart be also. അവര് ദൈവരാജ്യം അവർക്ക് കടക്കുവാൻ വലിയ പ്രയാസമാണ്. കാര്യം അവരുടെ ഹൃദയം സ്വർഗത്തിലല്ല ഇരിക്കുന്നത്, അവരുടെ ഹൃദയം അവരുടെ മണിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലല്ലേ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല, റിച്ചായിട്ടുള്ള അല്ലാതെ ഹൃദയം ദൈവസന്നിധിയിൽ ഉള്ളവർക്ക് കുഴപ്പമില്ല. അതാണ് I mean, it's hard for the rich to enter heaven because they have placed their wealth or their mind, hallelujah, on their wealth, and it becomes hard for them, hallelujah. I mean, but those who have not set their mind on their wealth or riches, hallelujah, they will be able to enter the kingdom of God easily. ദൈവരാജ്യം എന്തുവാണ്? ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ പീസ്, റൈറ്റ്? നോട്ടല്ല, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് പീസ്. റിച്ച് പീപ്പിളിൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ കിങ്ഡം ഓഫ് ഗോഡ് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് സമാധാനമില്ലെന്ന് ഞാൻ പറയാൻ കഴിയും. Amen. Hallelujah. Not everyone. Amen. Hallelujah. We say that, hallelujah, hallelujah, according to the Bible, we see that the rich, hallelujah, it's hard for them to enter because, hallelujah, of these reasons, because they set their mind on their riches, on their wealth, hallelujah. But with God, it is possible for the rich even to enter heaven if they are able, hallelujah, to set their heart on Jesus Christ, and they will be able to, hallelujah, overcome all the hurdles or, hallelujah, be led by the Spirit, and they will enter into the heaven of God. എമറോൾഡ് എന്ന ഗ്രീൻ സ്റ്റോൺ കൊണ്ട് നമ്മളെ അന്ന് കർത്താവ് നമുക്ക് കിരീടം ദൈവം തരും. Amen. Hallelujah. On the day, hallelujah, when we ought to receive our gifts from heaven, hallelujah, then on that day, hallelujah, God will give the crown, hallelujah, having emerald on it, because it represents the peace, hallelujah, of God, and it will be placed on our heads. ഹല്ലേലൂയ. പുതിയ നിയമ ഞാൻ മണവാട്ടി എന്നുള്ളതിനെ കർത്താവ് പുതിയ നിയമ യെരുശലേം, ഇല്ലേ, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായിട്ട്, ദാറ്റ് ഈസ് 21 റെവലേഷൻ ചാപ്റ്റർ 21:2. അതൊന്ന് വായിച്ചു, അതല്ലേ വായിച്ചു. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസേനയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Revelation chapter 21 verses 2. And I saw the holy city, New Jerusalem, coming down out of heaven from God, made ready as a bride, adorned for her husband. ഹല്ലേലൂയ. അത് മണവാട്ടിയാന്ന് എങ്ങനെ അത് പ്രൂവ് ചെയ്ത്? അതിൻ്റെ താഴോട്ട് വായിച്ചറിയാം. ഞാൻ 9-ാമത്തെ വാക്യം അതിൻ്റെ 9 onwards, 9 and 10 വായിച്ചാൽ, അന്ത്യപാത 7 നിറഞ്ഞ 7 കലശവും ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. Amen. In Revelation chapter 29 verse 9. Then one of the 7 angels who had the 7 bowls full of the 7 last plagues came and spoke with me, saying, Come here, and I will show you the bride, the wife of the Lamb. 10-ാമത്തെ വാക്യത്തിലും അന്നേരം എന്തോ ചെയ്തു? നമുക്ക് മണവാട്ടിയെ കാണണമെങ്കിലും നമ്മൾ ആത്മാവിൽ നിറയണം. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. Amen. In 10 says, And he carried me away in the spirit to a great and high mountain, and showed me the great holy city of Jerusalem coming down out of the heaven from God. Amen. Hallelujah. ആത്മവിവശയിൽ അവനെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയെന്നാണ്. കണ്ടോ, അവിടെയും ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. Amen. Hallelujah. Again we see that in the spirit, hallelujah, John was taken where, hallelujah, to a high mountain, to what? Hallelujah, to see something, that is the bride. And so in order to see the bride also, you need to be filled with the spirit. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ദൈവതേജസ്, ആ ഗ്ലോറിയുള്ള ഒരു മണവാട്ടി സഭ ഇറങ്ങി വരുന്നത് കാണുവാനായിട്ട്. Amen. 21 verses 10. And he carried me away in the spirit to a great and high mountain, and showed me the holy city Jerusalem coming down out of the heaven from God. ഈ യെരുശലേമിന് അത്രയും ഗ്ലോറി ഉണ്ടെങ്കിൽ അതിന് വോളിന് തന്നെ ഫൗണ്ടേഷൻ വരെ ഹല്ലേലൂയ ഈ സ്റ്റോൺ കൊള്ള ആണെന്ന് ഇവിടെ വായിക്കുവാൻ കഴിയും. This Jerusalem, hallelujah, was glorious. Hallelujah. Its foundation is built with precious stone. Hallelujah. Its walls has beauty. Hallelujah. How much glorious is that city. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ആ മണവാട്ടിയെ പറ്റി പറഞ്ഞിട്ട് ഇനി മണവാട്ടിയുടെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. ദൈവിക സ്വഭാവമാണത്. അതിന്റെ 19 കണ്ടോ, നഗരം മതിൽ, അതിന്റെ വോൾ ഓഫ് ദി
ഹല്ലേലൂയ സ്തോത്രം. എന്താണ്? നഗരമതിൽ, wall of the city were garnished with manner of precious stones. The first foundation stone was jasper. Amen. എനിക്കറിയത്തില്ല ഇങ്ങനെ എന്ത് ഈ വചനം ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. Revelation 21 verses 19. Hallelujah. It says, the foundation stone of the city wall was adorned with every kind of precious stone. The first foundation stone was jasper. എന്തിനാണ് ഫൗണ്ടേഷനിൽ ഒരു ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യം? Why was the foundation garnished or being placed with a precious stone? ഒരു അൺസീൻ ആയിട്ടുള്ളൊരു ഏരിയയിൽ നമ്മൾ എന്തിനാ അത് ബ്യൂട്ടിഫൈ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യം? Amen. Hallelujah. Why should we, hallelujah, see, hallelujah, beauty in an unseen area? ഹല്ലേലൂയ. അതും അൺസീൻ ഫൗണ്ടേഷൻ അല്ലേ? ഹല്ലേലൂയ. The foundation is the strength of the building. Amen. Hallelujah. Jesus. We know that, hallelujah, every foundation, hallelujah, for a building to stand, it rests on the foundation. And if the foundation is strong, the building is strong. That will shape the future of the building. Amen. Hallelujah. The foundation, hallelujah, is on which, hallelujah, the building is built. Hallelujah. And if for a building to have a future, this more stronger the foundation, the more stronger it will be. നമ്മുടെ ഫൗണ്ടേഷണൽ ക്യാരക്ടറിനെയാണ് അവിടെ അത് കാണിക്കുന്നത്. Amen. This shows, hallelujah, the first stone that is, hallelujah, jasper, hallelujah. It shows that the first main character that is required, hallelujah. Gentleness of God. അതാണ് സിംഹാസനത്തിൽ കണ്ടത്. In the bride, hallelujah, was, hallelujah, the gentleness of God, the peace of God, hallelujah. And it was the first stone and the first main character of the bride. Deep inward strength of character. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ആ ക്വാളിറ്റീസ് ആണ്. ആ ക്വാളിറ്റീസ് ഹല്ലേലൂയ, that is a precious qualities of ഹല്ലേലൂയ സ്തോത്രം apostles. ഹല്ലേലൂയ സ്തോത്രം. Amen. Hallelujah. These stones, hallelujah, which was in the foundation, represented, hallelujah, the foundation, hallelujah. And it alludes, hallelujah, it shows that, hallelujah, this represents the bride. So a bride, hallelujah, will have these qualities, hallelujah. The bride of Christ will have these qualities, hallelujah. That is what God was mentioning through this. Ephesians chapter 2 പറയുന്നുണ്ട്, അപ്പോസ്തലന്മാര്, ഇടയന്മാര്, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ടീച്ചേഴ്സ് എന്നീ 5 അടിസ്ഥാനത്തിൽ ഫൗണ്ടേഷനിൽ സഭയെ പണിയുന്നു. അങ്ങനെയുള്ള സഭ മാത്രമേ നല്ല നിലനിൽക്കുന്ന സഭയായി മാറുകയുള്ളൂ. Amen. Hallelujah. In Ephesians, we see the fivefold, hallelujah, offices, hallelujah, which is apostles, prophets, pastors, hallelujah, teachers, and one more office is there, hallelujah. On these, hallelujah, the church is being built. അങ്ങനെയുള്ള ഓഫീസസ് ഉള്ള സഭയിലെ ഹല്ലേലൂയ ശരിയായിട്ടുള്ള ഫൗണ്ടേഷൻ, ആ ചേഞ്ചസ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് ഗോഡ് ആ മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ. Amen. On these, hallelujah, if a church, hallelujah, needs, hallelujah, a correct growth, hallelujah, they should be resting on the foundation, which is the foundation stone, and having the 5 offices. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കോസ്മെറ്റിക് ഔട്ട്വേർഡ് ചേഞ്ചസ് അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇൻവേർഡ് ഹല്ലേലൂയ സ്തോത്രം ഒരു ചേഞ്ചസ് ഓഫ് ഗോഡ്. എന്തെങ്കിലുമേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയും മണവാട്ടി ആയി തീരുകയുള്ളൂ. Amen. Hallelujah. God is not expecting an exterior changes or cosmetic changes, but He is desiring an inward change. Hallelujah. Just like, hallelujah, we see the heavenly bride adorned with, hallelujah, all precious stone, having the foundation with precious stone. Hallelujah. Likewise, we should also have that same, hallelujah, character, the same representation of foundation in our life, so that we are as Christ is. Hallelujah. So that we may become the bride as Christ expects us to be. മനുഷ്യന്റെ നാച്ചുറൽ ഫൗണ്ടേഷൻ എന്തുവാണ്? സിൻ, പാപമാണ്. I mean, for Adam, hallelujah, or the sons of Adam, hallelujah, his foundation was built upon sin. Fallen Adam, sin. അതുകൊണ്ട് നമ്മൾ we are the offspring of fallen Adam. Amen. And we all came from Adam. Hallelujah. We are the offsprings from Adam. Hallelujah. നീലരക്തം അല്ലെങ്കിൽ ഹല്ലേലൂയ അതാണ് ജാസ്പർ അല്ലേ? ഹല്ലേലൂയ. ഇവിടെ നീലരക്തം, ലവ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ നീലരക്തം ഞാൻ മറന്നുപോയ കാര്യമാണ്. ജാസ്പർ ഈസ് ദി ലവ് ഓഫ് ഗോഡ്, കാൽവറി ലവ്.
Amen. Hallelujah. Jasper represents, hallelujah, the love of God, or the love that was shown on Calvary. Hallelujah. ആ നിത്യസ്നേഹം That unending love. അത് നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ മണവാട്ടിയാകത്തുള്ളൂ. മറ്റുള്ളവരോട് ആ സ്നേഹം പകരുവാനും ആ സുവിശേഷം അറിയിപ്പാനുള്ള ഒരു ഹൃദയം നമുക്ക് കർത്താവ് തരട്ടെ. If you have that unending love, hallelujah, then only will become the bride. Hallelujah. വീണുപോയ മനുഷ്യനെ വീണ്ടും കർത്താവ് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെ ആ കാൽവറിയിലേക്ക് നോക്കി ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് നിങ്ങൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് മടങ്ങുന്ന ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ആത്മീയങ്ങളെല്ലാം മടക്കി പ്രാപിച്ച് നിത്യതയിൽ ഹല്ലേലൂയ വീണ്ടും വിശ്രമിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു സഭയോടുള്ള ദൂത്. Amen. God expects us to reach eternity. Hallelujah. In order to reach eternity, we should be like Christ, or we should take the path which Christ took. Hallelujah. We should adorn ourselves with these precious, or we should expect, hallelujah, the fruits of the Spirit be formed in us. Hallelujah. For that, we need to trust upon the grace of God more and more. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമത്തേത് മാണിക്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. What is the third one in English? Chalcedony. Third one is chalcedony. കേട്ടിട്ടുണ്ടോ രത്നത്തെ പറ്റി? Did you hear about the stone chalcedony? Did you hear about? No. The third one is chalcedony. That is called, മലയാളത്തിൽ പറയുന്നത് മൂന്നാമത്തെ മാണിക്യം. ഞാൻ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. ചില സർപ്പത്തിൻ്റെ തലയിലിരിക്കുന്ന മാണിക്യക്കല്ലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. Amen. Chalcedony, we always hear in India, where it is placed on, or it is attached with the head of serpents. അതുകൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയാണ്. അതുകൊണ്ടായിരിക്കും ദൈവത്തെ അവർ ഈ പാമ്പിനെ ആരാധിക്കുന്നത്, സർപ്പത്തെ ആരാധിക്കുന്നത്. That Chalcedony 21 verses 19 20. Amen. 19 21 verses 19. സൂര്യകാന്തം, ഒന്നാമത്തെ സൂര്യകാന്തം. First is Jasper, second is sapphire, third is Chalcedony, fourth is emerald. പക്ഷേ ആത്മീയ അതിന്റെ സ്പിരിച്വൽ മീനിങ് ദി പ്യൂരിറ്റി ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം എന്നാണ് അതിന്റെ അർത്ഥം. Amen. The third stone, that's Chalcedony, represents the purity of God. നാലാമത്തെ മരതകം നമുക്കറിയാം. മരതകം ഈസ് സഫയർ അല്ലേ? സഫയർ. Fourth is emerald. അത് ഗ്രീൻ, അത് പീസ് ഓഫ് ഗോഡ്. Amen. Revelations chapter 21 verses 19-20. Hallelujah. Verses 19. The fourth is emerald, the fifth is sardonyx. നഗവർണി എന്ന് പറയുമ്പോൾ ഗോൾഡ്, സീൽ ഓഫ് ഗോഡിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ നഗവർണി അത് അഞ്ചാമത്തെ സാർഡിനക്സ്. ഫിഫ്ത്ത് വൺ ഈസ് സാർഡിനക്സ്. Fifth one is sardonyx. ഞാനിത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പഠിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിച്ച് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നഗവർണി, ഗോൾഡി സീൽ ഓർ passion of Christ. Amen. And sardonyx represents the godly seal of passion for Christ. Sixth one is sardius. The sixth is sardius. And the seventh one, sardius കാണണമെങ്കിൽ Exodus chapter 28-20 In order to see sardius, we need to read Exodus chapter. അന്ന് വായിച്ചാട്ടെ. Exodus chapter 28-20. എക്സോഡസ് ചാപ്റ്റർ. നാലാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. എന്താണ് അവിടെ എല്ലാം ഉണ്ട്. ജാസ്പർ. ഈ 12 സ്റ്റോണും കൊണ്ടാകട്ടോ 12 സ്റ്റോണിനെ കാണിക്കുന്ന, പഴയ വിശുദ്ധന്മാരെയും കാണിക്കുന്നു, 12 ഗോത്രങ്ങളെ കാണിക്കുന്നുണ്ട്. കാര്യം ഈ 12 ഗോത്രത്തിനൊത്ത ഓരോ സ്റ്റോണുമാണ്. 12 സ്റ്റോണ് പഴയ നിയമ പുരോഹിതൻ്റെ, മഹാപുരോഹിതൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റിൽ പതിപ്പിച്ചിരിക്കുന്നുണ്ട്. These 12 stones that we saw in the book of Revelation represents the 12 tribes. Hallelujah. If you read the Old Testament, we see every tribe is attached to one stone. Like if you want to see the tribe of Judah is attached with the emerald. Hallelujah. So these stones are carried by the high priest when he enters into the holiest of holy. Hallelujah. To make every prayer. Hallelujah. When he looks at these stones, hallelujah, these represents the tribe. These tribes means, hallelujah, when he goes to the place of prayer, hallelujah, he gets reminded what to pray, how to pray regarding these 12 tribes. These are reminders. Hallelujah. And in front of God, these represents the 12 tribes also. Hallelujah. ജോഷുവ അതിന്റെ 28, എക്സോഡസ് 28 അതിന്റെ 16 onwards ഒന്ന് വായിച്ചു. 17 onwards വായിച്ചാട്ടെ.
17 onwards. അതിൽ മലയാളം വായിച്ചോട്ടെ, മലയാളത്തിൽ വായിച്ചോട്ടെ. You will mount on it 4 rows of stones. The first row will be a row of ruby, topaz, and emerald. The second row is turquoise, sapphire, and a diamond. The third row, jacinth, agath, and an amethyst. And the fourth row is a beryl, and onyx, and jasper. And they shall be set in gold filigree. ആദ്യത്തെ നിരയിൽപ്പെടുന്ന ഒന്നാണ്. ഒന്നാമത്തെ നിരയിൽ യഹൂദ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ ഒന്നാമത്തെ നിര. അപ്പൊ നിർത്തിയാട്ടെ. താമ്രമണി യഹൂദയെ കാണിക്കുന്നു, പീതരത്നം യശാസറിനെ കാണിക്കുന്നു, മരതകം സെബൂലിനെ കാണിക്കുന്നു. ഈ 3 പേരെയാ കാണിക്കുന്നത്. ആ ഗോത്രക്കാരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മഹാപുരോഹിതൻ. ഹല്ലേലൂയ. എക്സോഡസ് 28 അതിന്റെ 17. ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പക്ഷെ സഭ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം സ്വഭാവം, നമുക്കാണ് അതിന്റെ സ്വഭാവം, ദി ക്യാരക്ടർ ഓഫ് ഗോഡ് നമ്മൾ ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റോണും ഓരോ ക്യാരക്ടറാണ്. Amen. Exodus chapter 28 verses 17. You shall mount on 4 rows of stone. The first row shall be a row of ruby, topaz, and emerald. And the second row, turquoise, a sapphire, and a diamond. And third row, jacinth, and agath, and a മാണിക്യം വരുമ്പോൾ രണ്ടാമത്തെ നിര വരുന്ന ശരിക്കും റൂബൻ ഒന്നാമത്തെ നിരയിൽ ആദ്യം വരേണ്ട റൂബന് രണ്ടാമത്തെ നിരയിൽ he is spotted, he represented as a stone, and it is placed in the second row because, hallelujah, because he sinned, hallelujah. That's why he was placed in the second row, even though he was the firstborn. ശിമിയോന് ഒരു പ്രശ്നം ഉണ്ടായി. ശിമിയോന്റെ നീലക്കല്ലാണ്, ലവ് ഓഫ് ഗോഡ് ഉണ്ട്, ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഉള്ളത് ഗാദിന് കൊടുത്തിരിക്കുന്നതാണ് വജ്രം, ഹല്ലേലൂയ സ്തോത്രം. 18 3 നിര. Okay, the next 3 row represent Simeon, Simon, Reuben, and Gad. ഇനി 19ാമത്തെ വാക്യത്തിൽ 3ാമത്തെ നിരയിൽ പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്, ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോട്ടെ. Third row is jacinth, agath, and amethyst. അതിൻ്റെ അകത്ത് എഫ്രൈമും മനശ്ശയും ബെന്യാമിനും, ഈ 3 ഹല്ലേലൂയ സ്തോത്രം പേരെ പറ്റിയാണ് അവിടെ കാണുന്നത്. Third row represents Ephraim, Manasseh, and Benjamin. ഹല്ലേലൂയ. ഈ ജാസ്പർ എന്ന് പറയുന്നത് അസോസിയേറ്റ് വിത്ത് നഫ്താലിക്ക് വേണ്ടിയുള്ളതാണ്. Jasper represents Naphtali. നഫ്താലിയുടെ അർത്ഥം എന്തുവാണ്? നഫ്താലിയുടെ അർത്ഥം എന്തുവാണ്? What is the meaning of Naphtali? ആരാ പേരിട്ടത് നഫ്താലിന്ന്? ഹല്ലേലൂയ. അവൻ അല്ല, പൊരുതി ജയിച്ചു എന്നുള്ള അർത്ഥമാണ്. Hallelujah. He fought, prevail and got victory. ഈ ദിവസങ്ങളിൽ നമ്മളും ഈ ദിവസങ്ങളിൽ ജയകരമായ ഒരു ക്രിസ്ത്യം ജയിക്കുന്നവന് ഞാൻ അവൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. മണവാട്ടി സഭ അതാണ് ജയിക്കുന്ന സഭ, ജയജീവിതം നയിക്കുന്ന സഭ. അതിന് ഈ സ്വഭാവം, ദൈവിക സ്വഭാവത്തോട് നമുക്ക് സ്വയമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ദൈവിക സ്വഭാവത്തോട് അനുരൂപമാകുവാൻ ഈ ദിവസങ്ങൾ അതിനായി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും ഹെൽപ്പും സാന്നിധ്യവും നമുക്ക് ആവശ്യമാണ്. We need the guidance and the help. Hallelujah. A victorious church will be seated besides Jesus Christ. Hallelujah. Just like Naphtali is called by being victorious, a prevailer. Hallelujah. We also should be prevailing. Hallelujah. In our times. Hallelujah. So that we be seated as a victorious church beside Jesus Christ. ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ജഡത്തിന്റെ ചിന്തയാണെങ്കിൽ അത് മരണമായി തീരും. ആത്മാവിന്റെ ചിന്തയോ ജീവനും ഹല്ലേലൂയ ശക്തിയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഇടയാകും. If you are moving in the flesh, hallelujah, our thoughts will be fleshly, but if we are moving in the spirit, it will be life and peace. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നെങ്കിൽ. Amen. Let's pray that Lord Jesus fill us with that Holy Spirit. ആത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. ഹല്ലേലൂയ. And lead us by that Holy Spirit. ആ ദിവ്യ സ്വഭാവം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. Amen. Fill us with that heavenly character. Hallelujah. Fruit of spirit ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. Amen. Let the fruit of spirit be in us. സ്നേഹം, സന്തോഷം, സമാധാനം, ആ heavenly love
ഹെവൻലി ജോയ്, ഹെവൻലി പീസ് ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. Amen. Let the heavenly love and joy and peace be ഞങ്ങൾ in us. ടെമ്പറൻസ് ഇന്ദ്രിയമുള്ളവരാക്കി തീർക്കട്ടെ. Help us to be self-control, hallelujah, filled with all temperance. ഞങ്ങളുടെ നോട്ടത്തിൽ, വിചാരത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ എല്ലാ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഗൈഡൻസ് ഉള്ള ഒരു ഞങ്ങളുടെ അവയവങ്ങളെല്ലാം അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Amen. We submit our organs into your hands, Lord. Hallelujah. Let it be guided by the Holy Spirit. Our thoughts, our mind, and everything. അതിനായി ഞങ്ങളുടെ ആത്മാവിനെ ശരീരം സൗഖ്യമാക്കണമേ കർത്താവേ. Amen. Heal our body, soul, spirit. ഒരു പുതിയ ഹൃദയം തന്ന് നമുക്ക് അല്ലായുള്ള ഹൃദയം മാറ്റി ഞങ്ങൾ മാംസളമായ ഒരു ഹൃദയം തന്ന് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾ ഉള്ളാക്കുന്ന വാഗ്ദത്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ സന്തതി മേൽ പകരണമേ കർത്താവേ എന്ന് Amen. പ്രാർത്ഥിക്കാം. Fulfill, hallelujah, the promise towards us and our children. Hallelujah. Just like you said, hallelujah, the word shall not be taken from your mouth and your children's mouth. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. Amen. With these words, the Lord bless you. അപ്പോൾ